ഷമ്മി, കഴിഞ്ഞ 22 ദിവസങ്ങൾ നടന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ തന്നെ ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ, എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഭാവം, ഒരുപക്ഷെ എം സ്വരാജ് എത്തുമ്പോൾ ചരിത്രം വഴിമാറി നിലമ്പൂരിന്റെ വഴികൾക്ക് കൂടുതൽ തിളക്കം വന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. LDF തെളിമയുള്ള രാഷ്ട്രീയത്തിന്റെ ഉടമയായ ആൾരൂപമായ എം സ്വരാജിനെ നിലമ്പൂരിൽ ഇറക്കുമ്പോൾ അവിടെ തെളിഞ്ഞു വന്ന വഴികൾ തെളിമയാർന്ന രാഷ്ട്രീയത്തിന്റെ വഴികളാണ്. എല്ലാ ചുമതലയും ഏൽപ്പിക്കാൻ യോഗ്യനായ എം സ്വരാജ് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ, യുവജനത ഒന്നടങ്കം, വീടുകളിലിരിക്കുന്ന യുവജനങ്ങൾ ഒന്നടങ്കം, അതോ വീടുകളിലിരിക്കുന്ന വനിതകൾ ഒന്നടങ്കം ഇപ്പോൾ അവിടെ നിന്നുള്ള ആവേശക്കാഴ്ചകളാണ്, നിലമ്പൂരിൽ നിന്നുള്ള ആവേശക്കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തോരാമഴയ്ക്കും തീർക്കാൻ കഴിയാത്ത ആവേശം LDF ക്യാമ്പിൽ. ചുവപ്പിന്റെ വെളുപ്പിന്റെ വിവിധ വർണ്ണങ്ങളിൽ ആവേശം ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഷമ്മി പ്രഭാകർ ഒരിക്കൽ കൂടി ചെന്ന് ഷമ്മി, ആവേശം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലമ്പൂർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കൂടുതൽ ഉച്ചസ്ഥായിയിലേക്ക്, ആവേശത്തിന്റെ പെരുമഴയിലേക്ക് കൊട്ടിക്കയറിലേക്ക് എത്തിച്ചേരുകയാണ്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ആവേശ കാഴ്ചകൾ? അതീതമായിട്ടുള്ള ഒരു ആവേശമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, ഏതാണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള LDFന്റെ പ്രവർത്തകർ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഒരു കൊട്ടിക്കലാശത്തിനാണ് ഇന്ന് നിലമ്പൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത്. LDFനെ സംബന്ധിച്ച് ഇത്രയും ആവേശം, ആത്മവിശ്വാസം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഈ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നേതാക്കന്മാർ തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം മെയ് മാസം 30-ാം തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം മാറുന്ന ഒരു കാഴ്ചയാണ്. അതുവരെ UDF വീരവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന മനുഷ്യർക്ക് സ്വരാജ് സ്ഥാനാർത്ഥിയായി, LDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നറിഞ്ഞതോടെ ആ ക്യാമ്പിൽ തുടങ്ങിയ അങ്കലാപ്പാണ് ഇപ്പോൾ കൊട്ടിക്കലാശത്തിന്റെ ദിവസമെത്തുമ്പോഴേക്കും LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ ആവേശത്തിലുമാണെങ്കിൽ അവിടെ നിന്നുള്ള ആ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ആ ആവേശ കാഴ്ച നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അവിടെ നിന്നുള്ള കൊട്ടിക്കയറിന്റെ ആ തത്സമയ ദൃശ്യങ്ങൾ, ആ ശബ്ദഘോഷങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഷമ്മി, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ LDFന്റെ പ്രവർത്തകർ ഇങ്ങനെ അണമുറിയാതെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നഗരം മുഴുവൻ ബ്ലോക്കാണ്. കിലോമീറ്ററുകളോളം ദൂരെ വാഹനം നിർത്തിയിട്ട് നടന്ന് കൈകളിൽ ചുവന്ന കൊടിയുമായി നടന്നു വരുന്ന പ്രവർത്തകരുടെ നീണ്ട നിരയാണ് നമ്മൾക്ക് എങ്ങും കാണാൻ കഴിയുന്നത്. അവരുടെ ചുണ്ടുകളിൽ നിന്ന് എം സ്വരാജ് വിജയിക്കും, എം സ്വരാജ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ഇങ്ങനെ ഒഴുകി പരക്കുമ്പോൾ ഈ നഗരം, ഈ മണ്ഡലം മുഴുവൻ എം സ്വരാജിന്റെ പേരിങ്ങനെ ഉയർന്നുയർന്ന് കേൾക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ. സിജു കൊട്ടിക്കയറുന്ന ആവേശം, അതിന്റെ ശബ്ദഘോഷങ്ങളിലേക്ക്, ആ മേളപ്പെരുക്കങ്ങളിലേക്കാണ്, അതിന്റെ തത്സമയ സംപ്രേഷണമാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷമ്മി, തീർച്ചയായും സിജു, വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആവേശത്തിന്റെ അണമുറിയാത്ത പ്രവാഹമാണ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്. വലിയ ഒരു ജലപ്രവാഹം പോലെ LDFന്റെ ഇടതുപക്ഷ അനുഭാവികൾ ഒക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. അത് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മനുഷ്യർ, അധികമായ രാഷ്ട്രീയം
ജനക്കൂട്ടത്തിന് ഒന്നാകെ പറയുവാനുള്ളത് ഒരേ മനത്തോടുകൂടി ഒരേ ചിന്തയോടുകൂടി ഒരേ മുദ്രാവാക്യത്തോടുകൂടി മുന്നോട്ട് നിലമ്പൂരിന്റെ മണ്ണിൽ വിജയിക്കേണ്ടത് സ്വരാജാണ്. ഈ നാടിന്റെ പ്രിയപുത്രനാണ്, ഈ നാടിന്റെ അഭിമാനം സംരക്ഷിച്ചവനാണ്. അങ്ങനെ ഓരോരോ വിശേഷണങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ ഓരോ മനുഷ്യരും സ്വരാജിനെ വിശേഷിപ്പിക്കുകയാണ്. സ്വരാജിന്റെ പ്രസംഗം കേൾക്കാൻ, സ്വരാജിനെ ഒന്ന് കാണാൻ, സ്വരാജിനൊന്ന് കൈകൊടുക്കാൻ, സ്വരാജിനൊരു മാല ചാർത്താൻ അങ്ങനെ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ ഒരു മഹാപ്രവാഹമാണ് ഈ 10-20 ദിവസമായി നിരന്തരമായി നമ്മൾ കാണുന്നത്. സിജു, ശരി ഷമി, ആ വാക്കുകളിൽ ആ മേളങ്ങളിലുണ്ട് നിലമ്പൂരിന്റെ കൊട്ടിക്കയറുന്ന ആവേശം. നിലമ്പൂരിൽ ആവേശം കൊടിയേറുകയാണ്. എം സ്വരാജ്, എം സ്വരാജ്, എം സ്വരാജ് എന്ന് തന്നെ മുഴങ്ങി കേൾക്കുകയാണ് നിലമ്പൂർ ടൗണിലെമ്പാടും. ഇടനെഞ്ചിൽ ചേർത്ത ചെങ്കൊടി, ആ ചെങ്കൊടി നൽകിയ കരുത്ത്, ആ കരുത്തോടെ നിലമ്പൂരിനെ നയിക്കാനെത്തിയ എം സ്വരാജ് പറഞ്ഞതത്രയും രാഷ്ട്രീയമാണ്. ജനങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു മനുഷ്യന്റെയും, ഏതൊരു നല്ല മനുഷ്യന്റെയും വോട്ട് വേണമെന്ന് പറഞ്ഞ എം സ്വരാജ് വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല, കൃത്യമായി രാഷ്ട്രീയം പറയൂ എന്ന് കഴിഞ്ഞ 15-16 ദിവസത്തോളം നിലമ്പൂരിന്റെ ഇടവഴികളിലൂടെ, നാട്ടുവഴികളിലൂടെ പറഞ്ഞു നടന്ന എം സ്വരാജ്, ആ എം സ്വരാജിന്റെ പേരുകളാണ്, ആ എം സ്വരാജിന്റെ പേരാണിപ്പോൾ കൊട്ടിക്കലാശത്തിലുടനീളം നിലമ്പൂർ ടൗണിൽ ഉയർന്നു കേൾക്കുന്നത്. ഇന്ന് കൊട്ടിക്കലാശം 6 മണിക്ക് അവസാനിക്കുമ്പോൾ മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നിലമ്പൂരുകാരുടെ മനസ്സിലുള്ളത്? തെളിമയാർന്ന രാഷ്ട്രീയം മുന്നോട്ട് വെച്ച, തെളിമയാർന്ന രാഷ്ട്രീയത്തിന്റെ ആൾരൂപം എം സ്വരാജ്. ഒരുപക്ഷേ വൈത്തര ലക്ഷ്മിനുക്കിയരുക്കിയ കട്ടാരത്തളി നോട്ടങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കുന്ന ഉജ്ജ്വലനായ വാഗ്മി, ഏതൊരു വിമർശകനെയും കൃത്യമായ വാൾമുന തിളക്കമുള്ള വിമർശനങ്ങളാൽ അടിച്ചിരുത്തുന്ന എം സ്വരാജ്, നിയമസഭയെ കോരിത്തെരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയ മുൻ MLA, അദ്ദേഹം വീണ്ടും നിലമ്പൂരിലേക്ക്, നിലമ്പൂരുകാരെ ആകെ നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ ഒരുപക്ഷെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ നിയമസഭയിലെ ആ ഇരിപ്പിടം കാത്തിരിക്കുകയാണ്. എം സ്വരാജ് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും സമുജ്വലനായ വാഗ്മിയെ, ഏറ്റവും മികച്ച എഴുത്തുകാരനെ, ഏറ്റവും മികച്ച വാഗ്മിയെ എല്ലാം കാത്തിരിക്കുകയാണ്, ഏറ്റവും മികച്ച വായനക്കാരനെ. അദ്ദേഹത്തെ നിലമ്പൂരുകാർ തെരഞ്ഞെടുത്തയക്കുക എന്നൊരു ജോലി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് അന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്തത്. ഏത് ജോലിയും ഏത് കർമ്മവും ഉത്തരവാദിത്തോടെ ഏത് ചുമതലയും നിർവഹിക്കാൻ ശേഷിയുള്ള എം സ്വരാജ്, എം സ്വരാജ് എന്ന് പറയുന്ന പാർട്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ഡിവൈഎഫ്ഐയുടെ അനിഷേധ്യനായ നേതാവ്, അതോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്ററായിരുന്ന എം സ്വരാജ്. എം സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടെ തകർന്നു പോയത് UDF എന്ന് പറയുന്ന മുന്നണിയുടെ ആത്മവിശ്വാസമാണ്.